ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിൽ ഇവാലുവേഷൻ രണ്ടാം പാദവാർഷിക മൂല്യനിർണ്ണയ മാത്തമാറ്റിക്സ് ഗണിതത്തിൽ 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. A box contain paper slips number 1, 2, 3, 4, 5 and another box contain paper slip numbered 1, 2, 3. Without looking into it, one paper slips taken from each box. ഒരു പെട്ടിയിൽ 1, 2, 3, 4, 5 എന്ന നമ്പറുകൾ എഴുതിയ കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1, 2, 3 എന്ന നമ്പറുകൾ എഴുതിയ കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. പെട്ടിയിൽ നോക്കാതെ ഓരോ പെട്ടിയിൽ നിന്നും ഓരോ കടലാസ് കഷ്ണം വീതം എടുത്താൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ? രണ്ട് സംഖ്യകളും തുല്യമാവാനുള്ള സാധ്യത എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ പ്രൈം? രണ്ട് സംഖ്യകളും അഭാജ്യ സംഖ്യകളാവാനുള്ള സാധ്യത എത്രയാണ്? ഓക്കെ, അപ്പോൾ ഒരു ബോക്സിൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന ഒരു നമ്പർ അഥവാ 1 മുതൽ 5 വരെയുള്ള ഒരു ബോക്സ് 1 കേട്ടോ 1, 2, 3, 5 വരെ 1, 2, 3, 4, 5 5 സ്ലിപ്പുകളുണ്ട്. പെട്ടി 1-ൽ 5 കടലാസ് കഷ്ണങ്ങളും പെട്ടി 2-ൽ 3 കടലാസ് കഷ്ണങ്ങളുമാണുള്ളത്. 1, 2, 3, 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ വരുന്ന ടോട്ടൽ പെയർ അല്ലെങ്കിൽ ആകെ ജോഡികൾ എന്ന് പറയുന്നത് 5 into 3. ടോട്ടൽ നമുക്ക് 15 രീതികളിൽ 15 വ്യത്യസ്ത രീതികളിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. അതായത് ഒന്നാമത്തെ പെട്ടിയിൽ നിന്ന് 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 1, 1, 2, 1, 3, 2, 1, 2, 2, 2, 3, 3, 1, 3, 2, 3, 3, 3, 1, 4, 1, 4, 2, 4, 3, 5, 1, 5, 2, 5, 3 അങ്ങനെ 15 വ്യത്യസ്ത രീതികളിൽ നമുക്കിതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി രണ്ട് നമ്പറും ഈക്വൽ ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? 1, 1, 2, 2, 3, 3 ഏതൊക്കെയാ? 1, 1 രണ്ടും സെയിം ആയിട്ട് വരുന്നത് ഏതൊക്കെയാ? 1, 1, 2, 2, 3, 3 ടോട്ടൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. സോ ഇറ്റ്സ് 3/5. ഓക്കെ, ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കാം കേട്ടോ. 3-നെ 3 കട്ട് ചെയ്താൽ 1 കിട്ടും, 15-നെ 3 കട്ട് ചെയ്താൽ 5 എന്ന് കിട്ടും. സോ ഇറ്റ്സ് 1/5. ഓക്കെ, ദെൻ രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് നമ്പേഴ്സ് ആർ പ്രൈം നമ്പേഴ്സ്? സംഖ്യകൾ അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ് ആവാനുള്ള സാധ്യത. അതിനാദ്യം ഇതിലുള്ള പ്രൈം നമ്പറുകൾ ഏതൊക്കെ നോക്കിയാൽ മതി. അഭാജ്യ സംഖ്യകൾ 2 ഫാക്ടേഴ്സ് ഉള്ള നമ്പറിനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് പറയാം. അപ്പോൾ ഇതിലുള്ള അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 പ്രൈം നമ്പർ ആണോ? അല്ല. 2 പ്രൈം നമ്പർ ആണ്. 3 പ്രൈം നമ്പർ ആണ്. 4 ആണോ? അല്ല. 4-ന് 1 into 4 മാത്രമല്ല 2 into 4 എന്ന് എഴുതാൻ പറ്റും, 2 into 2 എന്ന് എഴുതാൻ പറ്റും. ഇതിൽ പ്രൈം നമ്പർ ആയിട്ട് വരുന്നത് 2, 3, 5 ഉള്ളു. എങ്ങനെയാണ് മക്കളെ പ്രൈം നമ്പർ നോക്കുക? 1 into ആ നമ്പർ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2-നെ 1 into 2 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഒരു നമ്പറും വെച്ച് 2-നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. 3 അതേപോലെ തന്നെ 1 into 3 മാത്രമേ കിട്ടുള്ളൂ. 5 അതേപോലെ 1 into 5 മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇവിടെയുള്ള ഈ 2-ഉം 4-ഉം 2 അല്ല 4 എന്ന് പറയുന്നത് 1 into 4 മാത്രമല്ല, അതിന് 2 into 2 എന്നും എഴുതാൻ പറ്റും. അതുകൊണ്ടാണ് 4-നെ നമ്മൾ പ്രൈം നമ്പറിൽ കൂട്ടാത്തത്. 1-നെ 1 into 1 എന്ന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ, കാരണം അവിടെ ഒരേ ഒരു ഫാക്ടർ ഉള്ളൂ, അത് 1 ആണ്. പ്രൈം നമ്പറിന് 2 ഫാക്ടർ വേണം, അതുകൊണ്ടാണ് 1-ഉം 4-ഉം എടുക്കാത്തത്. ഇനി രണ്ട് സംഖ്യകളും അഭാജ്യ സംഖ്യ ആവണം. അപ്പം പ്രൈം നമ്പറിൽ വരുന്ന ജോഡികളൊന്നും എഴുതി നോക്കാം നമുക്ക്. ഓക്കെ, രണ്ട് സംഖ്യകൾ അഭാജ്യ സംഖ്യ വരുന്ന ജോഡികൾ ഇവിടെ എഴുതിയിട്ടുണ്ടതാ. ഫസ്റ്റ് ഇവിടുന്ന് ഞാൻ 2 എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടുന്ന് 2 എടുക്കുമ്പോൾ 1 എടുക്കാൻ പറ്റില്ല, കാരണം 1 പ്രൈം അല്ല. അപ്പോൾ 2 വരും, 2 3 വരും. അതാണ് ഫസ്റ്റത്തെ രണ്ടെണ്ണം. ഇവിടെ അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 3ക്കും അതേപോലെ തന്നെ 3 2 3 3. അടുത്ത പ്രൈം നമ്പർ വരുന്നത് 5 ആണ്. 5-നും അതേപോലെ തന്നെ 5 2 5 3. എത്ര ഉണ്ട്? 1 2 3 4 5 6. ദാറ്റ് ഈസ് 6/15. 6/15 എന്ന് കിട്ടും. In the figure, CD perpendicular to AB, AC 6 cm, angle A 30 degree, B 45 degree. ചിത്രത്തിൽ CD ABക്ക് ലംബമാണ്. ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ AC 6 cm ആണ്, A 30 ആണ്, B 45 ആണ്, ഒക്കെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CD? CDയുടെ നീളം എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ തന്ന മെഷർമെൻറ്റുകൾ ഞാനൊന്ന് എഴുതാണ് കേട്ടോ. AD 6 ഇവിടെ തന്നിട്ടുണ്ട്, A 30 ആണ്. A എത്രയാണ്? A 30 ആണ്, B 45 ആണ്. ഓക്കെ, CDയുടെ ലെങ്ത് ആണ് ചോദിച്ചുള്ളൂ. നോക്കി, ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരും? 60 വരും. ഈ 1 എഴുതിയ ട്രയാങ്കിൾ എടുക്കുക കേട്ടോ. 30 60, ഇവിടെ 90 ആണ്. 30 60 90 വന്നു കഴിഞ്ഞാൽ റേഷ്യോ എത്രയാ? 1:√3:2. അതിൽ നോക്കിയാൽ 90ൻ്റെ ഓപ്പോസിറ്റ് 6 എന്ന് തന്നിട്ടുണ്ട്. അഥവാ 2ൻ്റെ സ്ഥാനത്ത് 6 ആണ്. 2-ന് 6 ആണെന്നുണ്ടെങ്കിൽ 1-ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും?
3 √3യുടെ സ്ഥാനത്ത് 3 √3 ആയിരിക്കും. നമുക്ക് വേണ്ടത് ആരുടെ ലെങ്ത്താണ്? സി ഡിയുടെ ലെങ്ത്താണ്. സി ഡി ആർക്ക് ഓപ്പോസിറ്റാണ് നോക്കിയാൽ 30ക്ക് ഓപ്പോസിറ്റാണ്. 30ക്ക് ഓപ്പോസിറ്റുള്ള റേഷ്യോ എത്രയാണ്? 1. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയാ? 3. അപ്പോൾ സി ഡി എത്രയാ? 3. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമായി സി ഡി 3 ആണ്. ഓപ്ഷൻ ആ ബ്രാക്കറ്റിലുണ്ട്, അത് നമുക്ക് എഴുതാം. ഇനി ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി. എ ബിയുടെ നീളമാണ് കാണേണ്ടത്. ഓക്കെ, സി ഡി നമുക്ക് 3 എന്ന് കിട്ടി, എ ഡി നമുക്ക് 3 √3 എന്നും കിട്ടി. കാരണം ഇവിടെ 60ന് ഓപ്പോസിറ്റ് അല്ലേ കിടക്കണം, ഇവിടെ 60 ആയിരുന്നില്ലേ. ഇനി നോക്കിയേ, ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് സി ഡി ബി എന്ന് പറയുന്നത് 45 ഇവിടെ 90 ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താവും? 45 ആവും. ഓക്കെ, ഈ 45ന് ഓപ്പോസിറ്റ് 3 ആണെന്നുണ്ടെങ്കിൽ ഈ 45ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ എ ബിയുടെ നീളം എന്താ? 3 + 3 √3 എന്ന് വരും. 45 45 90 1:1. 1ൻ്റെ സ്ഥാനത്ത് 3 ആണെന്നുണ്ടെങ്കിൽ ഡി ബിയും 3 തന്നെയാണ്. അപ്പോൾ എ ബി എ ഡി പ്ലസ് ഡി ബി എന്ന് വരും. 3 + √3 3 √3 + 3. ഇനി ഇവിടെ √3യുടെ വാല്യൂ ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയിട്ട്, അല്ല വെറുതെ ഇട്ട് കൊടുത്താൽ ടൈം കളയണ്ട. ഈ ഫിഗറിൽ എ ബി സി ഡി ഒരു സ്ക്വയർ ആണ്. ഈ സ്ക്വയറിൻ്റെ സൈഡുകളൊക്കെ കോർഡിനേറ്റ് ആക്സിസിന് പാരലാണ്, അഥവാ നമ്മളെ XY അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ 5 യൂണിറ്റ് ആണ്. സ്ക്വയറിൻ്റെ സൈഡ് 5 യൂണിറ്റ് ആണ്. കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ബി സി ഡി എന്ന് പറയുന്ന കോർഡിനേറ്റ് കാണാനാണ്. ചിത്രത്തിൽ സമചതുരം എ ബി സിയുടെ വശങ്ങൾ സൂചക അക്ഷങ്ങൾക്ക് സമാന്തരമാണ്. സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം 5 യൂണിറ്റ്. ബി സി ഡി എന്നീ ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കാണുക. ഓക്കെ, ബി കാണാൻ ഇവിടെ നിങ്ങൾക്ക് എത്രയാ? 5 ആണ്. എക്സ് ആക്സിന് പാരലലാണ്. അപ്പോൾ അവിടുത്തെ വൈ കോർഡിനേറ്റ് സെയിം ആണ്. അപ്പോൾ ഇവിടുത്തെ വൈ 3 ആണ്. ഇനി എക്സ് ഇവിടെ 2 ആണ്. 2ലേക്ക് 5 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. സോ ബി 7 3 എന്ന് കിട്ടും. ഇനി ഇവിടുത്തെ എക്സ് തന്നെയാണ് സിക്കും വരിക അല്ലേ. ഇത് വൈ ആക്സിന് പാരലാണ്. അപ്പോൾ ഇവിടുത്തെ എക്സ് സെയിം ആയിരിക്കും. ഇവിടെ എക്സ് 7 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ് എന്താ? 7. വൈ ഇവിടെ 5 യൂണിറ്റ് ആണ്. ഇവിടെ 3 ഉള്ളത് 5 കൂടുമ്പോൾ എത്ര വരും? 8 വരും. 7 8. ഇനി ഡി നോക്കുമ്പോൾ ഇവിടുത്തെ എക്സ് തന്നെയാണ് അവിടെയും വരിക, അത് 2. വൈ ഇതാ ഇങ്ങനെ, ഇവിടുത്തെ വൈ അത് 8. ദാറ്റ്സ് 2 8. ഓക്കെ, അപ്പോൾ ബി 7 3 എന്നും കിട്ടി, സി 7 8 കിട്ടി, ഡി 2 8 കിട്ടി. ഓക്കെ അല്ലേ? Draw a circle of radius 3 cm. Mark a point 6.5 cm away from the center of the circle. Draw tangents from this point to the circle. ആരം 3 സെന്റിമീറ്റർ ആയ ഒരു വൃത്തം വരക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്നും 6.5 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. ഈ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരക്കുക. ഓക്കെ, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരക്കാൻ പോവാണ്. ആ വരക്കുന്ന രീതി കറക്റ്റ് ഞാനിവിടെ കോമ്പസും സ്കെയിലും വെച്ച് കാണിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക. നമുക്ക് പറഞ്ഞിട്ടുള്ള റേഡിയസ് പ്രകാരം നമ്മൾ കോമ്പസിൽ റേഡിയസ് എടുക്കുക, സ്കെയിൽ വെച്ചു, 3 സെന്റിമീറ്റർ റേഡിയസിൽ നമ്മൾ സർക്കിൾ വരച്ചു. ഇനി നമുക്ക് തന്നിട്ടുള്ള ആംഗിളുകൾ നമ്മൾക്ക് അടയാളപ്പെടുത്തണം. അതിന് നമ്മളൊരു ലൈൻ വരക്കാണ്. ആംഗിൾ അടയാളപ്പെടുത്തുമ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആംഗിളുകൾ എത്രയാണോ, സോറി ഇവിടെ ആംഗിൾ അല്ല, പുറത്തുനിന്ന് വരക്കാനല്ലേ. അപ്പോൾ 6.5 സെൻറ്റിമീറ്ററാണ് നമ്മൾ വരക്കാൻ പറ്റുള്ളത്. വരക്കുക, എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണും കേട്ടോ. ആംഗിൾ കാണുന്നത് വേറെ ചോദ്യമാണ്. പകുതിയിൽ കൂടുതൽ എടുത്തിട്ട് 2 ഭാഗത്തും ആർക്കുകൾ വരക്കുക. അതേ മെഷർമെൻറ്റിൽ തന്നെ കോമ്പസിലെ ലെങ്ത്ത് മാറാതെ ഇപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ ആ ആർക്കുകളെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് ഒന്നുകൂടി നമ്മളൊന്നുകൂടി വരച്ചാൽ മതി കേട്ടോ. അത് കട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പുറത്തുനിന്ന് ഒന്നുകൂടി വരക്കുന്നത്. ഇനി കട്ട് ചെയ്ത് ആർക്കുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ യോജിപ്പിക്കുക. അതാണ് നമ്മളുടെ സെൻറ്റർ. ഇനി ആ സെൻറ്റർ കോമ്പസ് വെച്ചിട്ട് ഈ 6.5 ഡയമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരക്കണം. ഏതെങ്കിലും ഒരു സൈഡിലേക്കുള്ള ലെങ്ത്ത് കോമ്പസിൽ എടുക്കുക, സർക്കിൾ വരക്കുക. ഇനി ഈ സർക്കിൾ നമ്മൾ ആദ്യത്തെ സർക്കിളിനെ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് നമ്മൾ 2 ലൈനുകൾ വരക്കും. അതാണ് നമ്മളുടെ ടാൻജൻസ്. ഇതാ കണ്ടോ, ഇത് ടാൻജൻ്റ് ആവാനൊരു കാരണമുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റേഡിയസ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്രയാണ് വരിക? 90 വരിക. കാരണം എന്താ? ഇത് നമ്മൾ രണ്ടാമത് വരച്ച ഈ സർക്കിളിൻ്റെ അർദ്ധവൃത്തത്തിലെ കോണാണ്. അർദ്ധവൃത്തത്തിലെ കോൺ എന്താണ്? 90. ഈ റെഡ് ആയിട്ട് ഞാൻ വരച്ച ലൈൻ എന്ന് പറയുന്നത് ചെറിയ സർക്കിളിൻ്റെ റേഡിയസുമാണ്. റേഡിയസും ടാൻജൻറ്റും തമ്മിലുള്ള കോൺ എത്രയാണ്? 90. അതുകൊണ്ടാണ് ഇത് ടാൻജൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് വൃത്തത്തിന് പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് 2 തൊടുവര വരക്കാൻ പറഞ്ഞാൽ വരക്കേണ്ടത്. ആദ്യം സർക്കിൾ വരക്കുക, പിന്നെ എത്ര സെൻറ്റിമീറ്റർ ആണ് അകലെ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് മാർക്ക് ചെയ്യുക, അതിൻ്റെ സെൻറ്റർ കണ്ടെത്തിയാണ്ട് വേറൊരു സർക്കിൾ വരക്കുക,
ഈ സർക്കിളുകൾ കൂട്ടിമുട്ടുന്ന പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാം. അടുത്ത്, ദ ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 20 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് സ്ലാൻഡ് ഹൈറ്റ് 26 സെൻറ്റിമീറ്റർ. ഒരു സമചതുര സ്തൂപികയുടെ പാദവക്കിൻ്റെ നീളം 20 സെൻറ്റിമീറ്ററും ചെരിവ് ഉയരം 26 സെൻറ്റിമീറ്ററുമാണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പിരമിഡ്? പിരമിഡിൻ്റെ ഹൈറ്റ് കാണണം, സ്തൂപികയുടെ ഉയരം കണക്കാക്കുക. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സ്ക്വയർ പിരമിഡ്. സമചതുര സ്തൂപികയുടെ വ്യാപ്തം കണക്കാക്കുക, വോളിയം കണക്കാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് കാണാം. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, എത്രയാണ്? 20 ആണ്. സ്ലാൻഡ് ഹൈറ്റ്, ചെരിവ് ഉയരം തന്നിട്ടുണ്ട്, എൽ. എന്താ കാണേണ്ടത്? ഹൈറ്റ്, എച്ച് കാണണം. അപ്പോൾ എച്ച് കാണണം. എച്ചും എല്ലും എയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എന്താണെന്നറിയോ? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ, അല്ലെങ്കിൽ എച്ച് സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ആ റിലേഷൻ. നമുക്ക് ആ ചിത്രങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരണം കേട്ടോ. എൽ എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ എവിടെയാണ് വരിക? ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ആണ് എൽ. പിന്നെ സ്ക്വയറിൻ്റെ ഹൈറ്റ് അവിടുന്ന് നേരെ സെൻറ്ററിലേക്കാണ് പോവുക. അവിടെയാണ് 90 ഡിഗ്രി ഫോം ചെയ്യുക. ഓക്കെ, ഈ റിലേഷൻസ് ഇതേപോലെ പഠിച്ചു വെക്കുക കേട്ടോ. എച്ചും എല്ലും എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു a/2 ഹോൾ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഇതിൽ ഇനി വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26, അപ്പോൾ 26ൻ്റെ സ്ക്വയർ. എ 20 ആണ്, അപ്പോൾ 20ൻ്റെ പകുതി 10ൻ്റെ സ്ക്വയർ. 26ൻ്റെ സ്ക്വയർ കാണാൻ 26 × 26 ചെയ്താൽ മതി. സ്ക്വയർ പറഞ്ഞാൽ 2 വട്ടം ഗുണിക്കാണ്. 6 6 36ക്ക് 6 കിട്ടും, ഇഷ്ടം 3. 2 6 12 3 15. 1 6 6 6 12ക്ക് 2 ഇഷ്ടം 3. 2 2 4 1 5. 6 5 2 7 5 3 6. 676 പ്ലസ് 10ൻ്റെ സ്ക്വയർ 100 ആണ്, പ്ലസ് എച്ച് സ്ക്വയർ. ഇനി 100നെ അപ്പുറം കൊണ്ടുവരിക. അപ്പോൾ 576 ഈക്വൽ ടു എച്ച് സ്ക്വയർ വരും. അപ്പോൾ എച്ച് ഈക്വൽ ടു റൂട്ട് 576. അപ്പോൾ ഈ റൂട്ട് എങ്ങനെ പെട്ടെന്ന് കാണുക എന്നുള്ള ഇത് നമ്മൾ പറഞ്ഞുതരാം. നോക്കിയാൽ 6ലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ 1 മുതൽ 9 വരെയുള്ള സംഖ്യയിൽ 6ൽ അവസാനിക്കുന്ന സ്ക്വയറുകൾ ഏതൊക്കെയാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4, 3 9 ആണ്, 4 16. അപ്പോൾ 4ൻ്റെ അവസാനിക്കുന്നുണ്ട്. പിന്നെ 6ൻ്റെത് അവസാനിക്കുന്നുണ്ട്. 6 6 36 ആണ്. ഓക്കെ, 2 നമ്പർ കിട്ടി. ഇനി 500 സംതിങ് ആണ്. 10ൻ്റെ സ്ക്വയർ 100 ആണ്, അതിൻ്റെ മേലേക്ക് പോയിക്കണം. 20ൻ്റെ സ്ക്വയർ 400 ആണ്, അതിൻ്റെ മേലേക്ക് പോയിക്കണം. 30ൻ്റെ സ്ക്വയർ 900 ആണ്. 30ൻ്റെ സ്ക്വയർ 900 ആണ്. 900ൻ്റെ മേലേക്ക് പോയിക്കണം. 576 എന്ന് പറയുമ്പോൾ ഇല്ലല്ലോ. അപ്പോൾ 20 400, 20ൻ്റെ മേലേക്ക് പോയിക്കണ്, 30ൻ്റെ താഴെ. അപ്പോൾ 24 അല്ലെങ്കിൽ 26 ആണ്. ഓക്കെ, ഇതിൽ ഏതാണെന്ന് അറിയാൻ 25ൻ്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 5ൽ അവസാനിക്കുന്ന സ്ക്വയറുകളൊക്കെ അവസാനിക്കുന്ന എത്രയില? 25ലാണ്. 2 കഴിഞ്ഞിട്ടുള്ള നമ്പർ 3 ആണ്. 2 × 3 6 ആണ്. 625. ഇനി നമ്മുടെ റൂട്ട് വരണം 625 ഉണ്ടോ? ഇല്ല, അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ 25ൻ്റെ താഴെ വരുള്ളൂ. അപ്പോൾ നമുക്ക് 24 × 24 ഒന്ന് ചെയ്ത് നോക്കാം. ഓൾറെഡി നമുക്കിവിടെ അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 26 എന്ന് പറഞ്ഞാൽ 676 ആണ്. പിന്നെ നമ്മൾ 24 ചെയ്താൽ മതി. ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചു വെക്കുക, നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കണ്ടേ. 4 16ക്ക് 6 ഇഷ്ടം 1 വരും. 1 4 4 24 8 1 9. 1 4 4 24 8. 2 2 2 4. 6 9 8 17ക്ക് 7 ഇഷ്ടം 1 4 1 5 576 കണ്ടോ. അപ്പോൾ എച്ച് ഈക്വൽ ടു 24 എന്ന് കിട്ടും. ഹൈറ്റ് കിട്ടി എത്രയാണ്? 24. ഇനി വോളിയം കാണണം. സ്ക്വയർ പിരമിഡിൻ്റെ വോളിയം എന്താ? 1/3 a സ്ക്വയർ എച്ച് ആണ്. വോളിയം എന്ന് പറയുന്നത് 1/3 a സ്ക്വയർ എച്ച് ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് 20 ആണ്. എച്ച് നമുക്ക് കിട്ടി 1/3 ഇൻറ്റു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 20 × 20 × 24. ഓക്കെ, 24നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 8 3 24 ആണ്. ഇനി 20 × 20 എത്രയാണ്? 400 ആണ്. 2 × 2 4 2 0. പിന്നെ ഇനി 4 × 8 ചെയ്താൽ മതി. 4 8 32. പിന്നെ 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 200 സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം. വോളിയം ആകുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് ഉണ്ടാവും. ഏരിയ ആകുമ്പോൾ സ്ക്വയറും ഉണ്ടാവും. ഓക്കെ, 20 20 400 കിട്ടും. 20ൻ്റെ സ്ക്വയർ 24/3 ചെയ്തപ്പോൾ 8 കിട്ടി. പിന്നെ 400 × 8 3200. ലാസ്റ്റ് വൺ. PQ is a tangent from the point P to the circle with the center O. PSA 8 ആണ്, PQ 12 ആണ്. P എന്ന ബിന്ദുവിൽ നിന്നും O കേന്ദ്രമായ വൃത്തത്തിലേക്കുള്ള തൊടുവരയാണ് PQ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PR? PRൻ്റെ നീളം എത്രയാണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് RS? RSൻ്റെ നീളം എത്രയാണ്? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടേ. ഈ ഒരു ചിത്രം കാണുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരേണ്ട ഫസ്റ്റത്തെ ഇക്വേഷൻ ഏതാ? PQ × PR ഈക്വൽ ടു PA × PB ഈക്വൽ ടു PC സ്ക്വയർ. ഇവിടെ PCയും PR ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഇക്വേഷൻ എഴുതിയെന്ന് പറഞ്ഞു കേട്ടോ. നമുക്കിങ്ങനെ ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ നമ്മുടെ ചിത്രം വരയ്ക്കുക.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ചിത്രം വരുന്നത്. ഇതിവിടെ സർക്കിളിനെ ടച്ച് ചെയ്യേണ്ടി കേട്ടോ. ഇവിടെ ഇങ്ങനെ പി എ ബി സി, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. ഇവിടെ പിയുടെ സ്ഥാനത്ത് പി തന്നെയാണ്, ഇവിടെയാണ് എ വരിക, ഇവിടെയാണ് ബി വരിക, ഇവിടെയാണ് സി വരിക. അപ്പോൾ പി എ എന്നുള്ളത് എന്താവും? പി എസ് ആവും. പി ബി എന്നുള്ളത് എന്താവും? പി ആർ ആവും. പി സി എന്നുള്ളത് എന്താവും? പി ക്യൂ എന്നാവും. അങ്ങനെ നമ്മൾ ഇതിനെ മാറ്റണം. ഓക്കെ, ഇനി നമ്മൾ വാല്യൂ കൊടുക്കണം. പി എസ് നമുക്ക് തന്നിട്ടുണ്ട് 8 ആണ്, പി ആർ തന്നിട്ടില്ല, പി ക്യൂ 12 ആണ്, 12ന്റെ സ്ക്വയർ 12 ഇൻറ്റു 12 എത്രയാണ്? 144 ആണ്. ഇനി ഈ 8 ഇവിടെ ഗുണിക്കാനാണ്, ഗുണിക്കാനുള്ള അപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കാനാവും. സോ 144നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 8s are 8 കിട്ടും, ബാക്കി 6 ഉണ്ടാവും, 4. 8 8s are 8 64, അപ്പോൾ 18 എന്ന് ആൻസർ കിട്ടും. എത്ര കിട്ടും? 18. പി ആറിൻ്റെ വാല്യൂ 18, ഇവിടെ ഉണ്ട് 18, ഓപ്ഷനിൽ ഉണ്ട് 18. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ആർ എസ് ആണ്. ആർ എസിന്റെ ലെങ്ത് ആണ്. ടോട്ടൽ 18 ആണ്, അതിൽ പി എസ് 8 ആണ്, അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും. സോറി, 18 8 പോയാൽ ബാക്കി 10 ഉണ്ടാവും. ഇനി റേഡിയസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആർ എസ് സെൻറ്റർ ആണ്, ആർ എസ് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ 10 ആണെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ഡയമീറ്റർ 10 ആണെന്നുണ്ടെങ്കിൽ റേഡിയസ് എത്രയായിരിക്കും? 5 ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് നമുക്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങൾ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് സീ യു സൂൺ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ ബൈ.